പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, കർത്താവുമായിട്ടുള്ള നമ്മളുടെ ബന്ധം അത് കൂടുതൽ മനോഹരമാക്കണമെങ്കിൽ ദൈവവുമായ ഒരു അഭേദ്യ ബന്ധം വേണം. പിരിയാൻ പറ്റാത്ത ഒരു റിലേഷൻ വേണം. പരിചയത്തിലുള്ള ബന്ധമല്ല കേട്ടോ. ദൈവത്തെ ദൈവമേ എന്ന് വിളിച്ച് അങ്ങ് ദൂരെ നിർത്താതെ അപ്പയായി, ആശ്വാസപ്രദനായി, വീണ്ടെടുപ്പുകാരനായി തൊട്ടരികിൽ അനുഭവിക്കുന്ന സാന്നിധ്യമുണ്ട്. ഹൃദയത്തിൽ തൊടുന്ന ദൈവസാന്നിധ്യം, ശരീരത്തിൽ തിരിച്ചറിയാവുന്ന ദൈവസാന്നിധ്യം. ആ സാന്നിധ്യം അങ്ങനെ ഒന്ന് അനുഭവിച്ചെങ്കിൽ മാത്രമേ കർത്താവിനെ നമുക്ക് കൂടുതൽ രുചിക്കുവാൻ സാധിക്കത്തുള്ളൂ. മോശയെക്കുറിച്ച് പറയുന്നു, മോശ ദൈവത്തെ അറിഞ്ഞു, ദൈവം മോശയും അറിഞ്ഞു. നോക്കിക്കേ, പരസ്പരം അവർ തമ്മിൽ അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ബന്ധം എന്ത് വലുതായിരിക്കും അല്ലേ? എന്നാൽ 1 ശമൂവേൽ 3-ാം അധ്യായം എടുത്തൊന്ന് വായിച്ചു നോക്കിയേ. അവിടെ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ശമൂവേൽ ഏലി പുരോഹിതന്റെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു എന്നാ. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അന്ന് വരെ ശമൂവേൽ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല. ഞാൻ ചിന്തിക്കുക, അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നവനായിരുന്നു, ആലയത്തിൽ വസിക്കുന്നവനായിരുന്നു, പെട്ടകത്തിൻ്റെ അരികെ വിശ്രമിച്ചവനാ. പക്ഷേ അതിൻ്റെ 7-ാം വചനത്തിൽ പറയുന്നു, അന്ന് വരെ ശുശ്രൂഷ ചെയ്യുമ്പോഴും ആലയത്തിൽ കിടക്കുമ്പോഴും പെട്ടകത്തിനടുക്ക് സമയം സ്പെൻഡ് ചെയ്യുമ്പോഴും ഒന്നും തനിക്ക് ദൈവത്തെ അറിയത്തില്ലായിരുന്നു. എന്നാ താൻ അറിയുവാൻ തുടങ്ങിയത്? ദൈവശബ്ദം തൻ്റെ കാതിൽ കേട്ടപ്പോൾ, തൻ്റെ പേർ ചൊല്ലി വിളിക്കുന്ന ആ ശബ്ദം തിരിച്ചറിഞ്ഞപ്പോൾ. അന്ന് വരെ ദൈവത്തെ ആരാണെന്ന് അറിയാതിരുന്ന ശമൂവേൽ അന്ന് മുതൽ അറിയുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, കർത്താവ് അങ്ങ് ദൂരെ നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കല്ലേ. പകരം ഊണിലും ഉറക്കത്തിലും, നടപ്പിലും കിടപ്പിലും ഇരിപ്പിലും, ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും തിരിച്ചറിയാവുന്ന സാന്നിധ്യമായി ആ കർത്താവിനെ ഒന്ന് അനുഭവിക്കുവാൻ സാധിക്കുമോ? ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി നിങ്ങളൊന്ന് കൊതിച്ചേ. അവിടുന്ന് നിങ്ങളുടെ പേര് ചൊല്ലി വിളിക്കും. അവിടുത്തെ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കും. പ്രിയപ്പെട്ടവരെ, എനിക്കും ഒരിക്കൽ ദൈവം പേരിനൊരു ദൈവമായിരുന്നു. എൻ്റെ കാര്യങ്ങളെ സാധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു ദൈവം, ചെന്ന് അഭയം തേടുവാൻ ഒരിടം, അത് മാത്രമായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. എന്നാൽ എനിക്ക് വ്യക്തിപരമായി ദൈവിക ഇടപെടൽ ലഭിച്ചപ്പോൾ എൻ്റെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് കർത്താവിനെ അനുഭവിക്കുവാൻ സാധിക്കുന്നു. കാണുവാനും കേൾക്കുവാനും അവിടുത്തെ ആ ഡിവൈൻ അരോമ അത് ശ്വസിക്കുവാനും ഒക്കെ എന്നെ ഹോളി സ്പിരിറ്റ് ബലപ്പെടുത്തുന്നു. ദൈവ സാന്നിധ്യം അത് തൊട്ടനുഭവിക്കേണ്ടതാ, അത് രുചിച്ചറിയേണ്ടതാ, അത് കാണേണ്ടതും കേൾക്കേണ്ടതും മണക്കേണ്ടതുമാ. അതെ പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് ആരാ? ദൈവത്തെ വാസ്തവമായും നിങ്ങൾ അറിയുന്നുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു എൻകൗണ്ടർ ലഭിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് കയറിക്കിടന്നുറങ്ങുന്നതിനു മുമ്പ് മുഴങ്കാലിൽ നിന്ന് കർത്താവിനോടൊന്ന് പറഞ്ഞേ, ശമൂവേലിനെ പേർ ചൊല്ലി വിളിച്ച ദൈവമേ, എൻ്റെ പേരും അങ്ങൊന്ന് വിളിക്കണമേ എന്ന്. എൻ്റെ മുറിക്കകത്തോട്ട് അങ്ങൊന്ന് ഇറങ്ങി വരാമോ എന്ന് ചോദിച്ചേ. എനിക്ക് അങ്ങേ ഒന്ന് തൊടണം, അങ്ങ് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. നിശ്ചയമായും ദൈവസാന്നിധ്യം നിങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവിൽ തിരിച്ചറിയും. അത് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കാൾ വലുതൊന്നുമില്ല. യേശുവിനെ ആഴമായി സ്നേഹിക്കുക, ആ സാന്നിധ്യത്തിൽ ഇമേഴ്സ്ഡ് ആകുക. പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി നന്ദി. ഞങ്ങൾക്ക് അങ്ങേ കൂടുതൽ വേണം. ശുശ്രൂഷിക്കുന്നതും പാടുന്നതും പ്രസംഗിക്കുന്നതും ഇതൊക്കെ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റാ.
എന്നാൽ അങ്ങേ അനുഭവിക്കാതെ, അങ്ങയുടെ സാന്നിധ്യം ഇല്ലാതെയും ഇതൊക്കെ പരിചയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ചെയ്യാം. അങ്ങനെയൊന്നും ഞങ്ങൾക്ക് വേണ്ട നാഥ. അങ്ങ് ഞങ്ങളുടെ പ്രയോറിറ്റി. ഞങ്ങളുടെ ജീവിതത്തിലെ 1-ാം സ്ഥാനം അങ്ങേക്കാ. മറ്റാരെക്കാൾ അധികം ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്ന സകല കൃപകളെക്കാളും, കൃപാവരങ്ങളെക്കാളും അധികം ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പേരങ്ങ് ചൊല്ലി വിളിക്കണേ. അവരുടെ മുറിയിൽ ഇന്ന് അവർ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കട്ടെ. ഞങ്ങൾക്ക് അങ്ങേ വേണം നാഥ. വി ലവ് യു മോർ. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, ദൈവം അനുവദിച്ചാൽ നാളെ പാലാരിവട്ടത്ത് എറണാകുളത്ത് നമ്മളുടെ ചർച്ചിൽ രാവിലെ 10 മുതൽ 3 മണി വരെ ഒരു ലേഡീസ് ഫാസ്റ്റിംഗ് പ്രെയർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്നേ ഉള്ളൂ അതിൻ്റെ പിന്നിലെ ആഗ്രഹം. ദൈവ സാന്നിധ്യത്തിൽ എല്ലാം മറക്കണം. കർത്താവുമായി വ്യക്തിപരമായ ചില ഇടപെടൽ ഉണ്ടാകണം. അതിനായി കൊതിയോടെ ഞങ്ങൾ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവർ എന്നെ വിളിക്കുക, മെസ്സേജ് ഇടുക. ഞാൻ ലൊക്കേഷൻ തരാം. നാളത്തെ ദിവസം കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ നമുക്ക് മാറ്റിവെക്കാം. കർത്താവിനെ ഏറെ സ്നേഹിക്കാം. ദൈവത്തെ അടുത്തറിയാം. കർത്താവ് നമ്മയും അറിഞ്ഞ് നമ്മുടെ പേര് ചൊല്ലി വിളിക്കട്ടെ. ബ്ലെസ് യു.